വീണ്ടും ഒരു ചെറിയ വ്ളോഗുമായിട്ടാണ് കേട്ടോ. തൃശ്ശൂർ ഒരു കല്യാണം കൂടാൻ പോവുകയാണേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി കാലത്തെ 7:30 മണിയാണ്. അപ്പോഴേക്കും തന്നെ എടപ്പള്ളി ജംഗ്ഷനിലെ ലുലുവിൻ്റെ അടുത്തൊക്കെ ബ്ലോക്കായി കഴിഞ്ഞു. ഇത് നമ്മുടെ ലുലുവും മെട്രോയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വഴിയാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ മെട്രോയിൽ ഇറങ്ങിയ ലുലുവിലേക്കും ലുലുവിൽ ഇറങ്ങിയ മെട്രോയിലേക്കും എളുപ്പത്തിൽ തന്നെ നമുക്ക് കയറാൻ സാധിക്കും വഴി. അപ്പോൾ അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ മുമ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി നമ്മൾ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലൊന്ന് പോകുന്നുണ്ട്. ഞാൻ ഇതുവരെ ഒന്നും പോയിട്ടില്ല കേട്ടോ. കാണുന്നത് ഭയങ്കര ആഗ്രഹമുള്ള സ്ഥലമാണിത്. പൂരമൊക്കെ നടക്കുന്ന സ്ഥലമല്ലേ. പൂരത്തിനൊന്നും നമുക്ക് അടുക്കാൻ പറ്റില്ല അങ്ങോട്ടേക്ക്. അപ്പോൾ എന്തായാലും അവിടെയും കൂടെ ഒന്ന് പോയിട്ട് അവിടുത്തെ കുറച്ച് വീഡിയോകളും കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഇതിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ എടുത്താം കേട്ടോ. കാരണം ഒരുപാട് ലെങ്തി നോക്കാനും കാണാനൊക്കെ വിഷമാവില്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിയുന്നത്ര 2 വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടു നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് തുടർന്ന് കാണാം. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിരുന്നില്ല കേട്ടോ. പാല് കഴിഞ്ഞപ്പോൾ തന്നെ വിശന്ന് തുടങ്ങിയതുകൊണ്ട് നേരെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് കയറി. അവിടെ നിന്ന് പൂരിയും മസാല ദോശയും എല്ലാം കഴിച്ചു. വടയുണ്ടായിരുന്നു. വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഫുഡെല്ലാം. അപ്പോൾ അതിനുശേഷം വീണ്ടും തുടർന്ന് യാത്ര തുടങ്ങി. കേരള ആഗ്രോ സിനിമയിലൊക്കെ കാണുന്ന പോലെ മരത്തിന് പൂക്കളിങ്ങനെ വീണോണ്ടിരിക്കും. ഒരു 5 മിനിറ്റ് വന്ദേ ഭാരത് ഭയങ്കര സ്പീഡ്. ഡോർ തുറന്നായിരുന്നോ അന്ന് ഉറങ്ങി കൊടുക്കുവാൻ ആ സൈഡിൽ പോകും. പഴയത് പറിച്ച് കളഞ്ഞാൽ മതി ചേട്ടാ. പൊടി ഉണ്ടാവും പറിച്ചങ്ങനെ പഴച്ചത്രയുണ്ട്. അല്ല അവിടെ ഒട്ടിയിരിക്കണം. ഇങ്ങനെ ഒട്ടിയിരിക്കാതെ പറിക്കാൻ വല്ല ഇങ്ങനത്തെ വല്ല സംവിധാനം ഉണ്ടോ? പറിക്കാൻ അതിന്റെ പസ് കുറെ നാളായിട്ട് കൊണ്ട് അതിന്റെ പസ് അവിടെ പറ്റി പിടിച്ചിരിക്കും. അത് പോകാനുള്ള സംവിധാനം ഒന്നുമില്ല. അതെന്തേലും തിന്നറാ അല്ലെങ്കിൽ പെട്രോളിൻ്റെയാ ഡീസല് അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യണം. നല്ല സാനിറ്റൈസറൊക്കെ ആണെങ്കിൽ എനിക്ക് ഇവിടുന്നാണ് റീഡബിൾ. അവിടുന്ന് പുറത്തുനിന്ന് ഇങ്ങോട്ട് റീഡബിൾ അല്ലേ ഇത്? അതെ അതെ. ഇത് കളയണോ? ഇത് കൈയുടെ കളയാണെങ്കിൽ നല്ലത്. ആ സെൻറ്റർ ഭാഗത്ത് ബ്ലാക്ക് മാത്രം കളഞ്ഞാൽ. അപ്പോൾ തൃശ്ശൂർ ടോൾ കടന്നു പോകേണ്ടതുകൊണ്ട് തന്നെ ഫാസ്ടാഗ് ആവശ്യമുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ 90 രൂപയാണ് ഒരു സൈഡിലേക്ക്, 2 സൈഡിലേക്കും 90 രൂപ തന്നെ അതിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും അപ്പം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഫാസ്ടാഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സൈഡിലേക്ക് 90, മറ്റേ സൈഡിലേക്ക് അന്ന് തന്നെ മടങ്ങുന്നതുകൊണ്ട് 40-50 രൂപ അങ്ങനെ എന്തോ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ ഫാസ്ടാഗ് മുമ്പുള്ളത് പേടിഎം വഴി ചെയ്തതുകൊണ്ട് ആ പേടിഎം വഴിയുള്ളത് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ നിർത്തലാക്കി. അപ്പോൾ അതോടുകൂടി അത് ക്യാൻസലായിപ്പോയി. അങ്ങനെ വന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ഫാസ്ടാഗ് ഒക്കെ ജിപ്പുണ്ട് റെഡിയാക്കി വച്ചിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു കൂട്ടരെ കണ്ട് നമുക്ക് വേണ്ട ഫാസ്ടാഗൊക്കെ റെഡിയാക്കി എടുത്തു. എന്നിട്ട് വീണ്ടും തൃശ്ശൂർ ടോളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ടോളിലെത്തുമ്പോൾ നമുക്ക് ഫാസ്ടാഗൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കടന്നു പോകാൻ സാധിക്കും.
നല്ല വ്യൂ അല്ലേ? ഇത് കേരളമാണെന്ന് തോന്നില്ല. അടിപൊളി. ഇങ്ങേറ്റം കാണാം. വീഡിയോ എടുത്തോണ്ടിരിക്കും. ഏത് പള്ളി? റൈറ്റ് പോയാലാണ് തൃശ്ശൂർ പഴനി. ഏത് ലൈനിലും വേണമെങ്കിൽ കിട്ടും. 1, 2, 3 അങ്ങനെ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയില്ല. ഇപ്പം എല്ലാം ഫാസ്റ്റാക്കാം. മറ്റേതൊന്നുമില്ല. ഇപ്പം നടുക്കി കൂടെ കയറിക്കോട്ടെ. തൃശ്ശൂർ 9 കിലോമീറ്റർ. കോയമ്പത്തൂർ വേണോ? 121 കിലോമീറ്റർ. NH 544 വഴി അടിച്ചു എനിക്ക് പോയത്. കിട്ടിയില്ല. വലിയ വലിയ വണ്ടികൾ. കോഴിക്കോടുള്ള ഹൈലൈറ്റ് മാള്, അതേ മാള് തന്നെ ഇവിടെ. ഹൈലൈറ്റ് കോഴിക്കോട് തലശ്ശേരി ബൈപ്പാസിൽ പോകുമ്പോൾ ക്രിസ്മസിനൊക്കെ കാണണം. അടിപൊളി. ഫുള്ള് മിന്നിക്കൊണ്ടിരിക്കും. ഏത് പള്ളി ഇത്? ലൂർദ് മെട്രോപൊളിറ്റൻ. ഫേമസ് പള്ളിയാണ്.
അങ്ങനെ 2 മണിക്കൂറത്തെ യാത്ര കൊണ്ട് നമ്മൾ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കയറി ഒന്ന് തൊഴുതിന് ശേഷമാണ് കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ കല്യാണം നടക്കുന്നതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ 80 കിലോമീറ്റർ സ്പീഡിലാണ് ഞങ്ങൾ ഏകദേശം വന്നിട്ടുള്ളത്. ഇടയ്ക്ക് നിർത്തിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഒരു 1500 രൂപയുടെ പെട്രോൾ ഏകദേശം ചിലവായിട്ടുണ്ട്. അത് കാണാനും കൂടില്ല എന്തായാലും. നമ്മുടെ മാരുതി A സ്റ്റാറിലാണ് വന്നത്. അപ്പോൾ തുടർന്ന് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.